തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം അധ്യായം 6 വാക്യം 19. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്ക. ഭൂമിയിൽ ധനവാന്മാർ ഏറെയില്ല. ധനവാന്മാരായ പലരും ആ നിലയിലെത്തിയത് തെറ്റായ മാർഗങ്ങളിലൂടെയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. നിയമാനുസൃതമായി അധ്വാനിച്ച് ധനവാന്മാരായ ധാരാളം പേർ ഉണ്ടാകും. ക്രിസ്തീയ മാർഗം ധനവാന്മാർക്ക് യോജിച്ചതല്ലെന്ന് പലരും വാദിക്കാറുണ്ട്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ചെലവിലേക്കായി പലരും പണം നൽകിയത് അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽ പലരും ധനവാന്മാരായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരാനും ശരിയായ വഴിയിൽ ജീവിക്കാനും ആണ് അവിടുന്ന് ഉപദേശിച്ചത്. ആദ്യ നൂറ്റാണ്ടിലെ സഭയിലും ധനവാന്മാർ പലരുമുണ്ടായിരുന്നു. അതിനുള്ള ഒരു തെളിവ് കൂടെയാണ് ഈ വാക്യം. ധനവാന്മാരോട് ചില കാര്യങ്ങൾ കൽപ്പിക്കാൻ തിമോത്തിയോസിനോട് പറയണമെങ്കിൽ അവിടെ സമ്പന്നർ ഉള്ളതുകൊണ്ടാണല്ലോ. എന്നാൽ ദൈവസഭയുടെ ശുശ്രൂഷകർ അവരെ പ്രീണിപ്പിക്കാനോ ന്യായീകരിക്കാനോ അല്ല ശ്രമിക്കേണ്ടത്. അവരുൾപ്പെടെ സഭയെ ദൈവവചനം പഠിപ്പിച്ച് വളർത്തുകയാണ് ചെയ്യേണ്ടത്. സമ്പന്നരും കുറേ കാലം മുമ്പ് ദരിദ്രരായിരുന്നിരിക്കാം. നിക്ഷേപങ്ങളാണ് അവരെ ധനികരാക്കിയത്. അനേക ഘടകങ്ങൾ ഒരുമിച്ചെങ്കിലേ ധനികനാകൂ. ഒരു ദൈവപൈതലിന് ദൈവാനുഗ്രഹം അതിപ്രാധാന്യമുള്ളതാണ്. ദൈവം നൽകിയ സാമ്പത്തിക ഉറവിടങ്ങൾ എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്ത് അതിൽ വിശ്വസ്തനായിരുന്നത്, ശരിയായ മേഖലയിൽ നിക്ഷേപിച്ചത്, സാഹചര്യങ്ങൾ അനുകൂലമായി വന്നത്, പരാജയങ്ങളിൽ തെറ്റുകൾ തിരുത്തിയത്, അച്ചടക്കമുള്ള ജീവിതം, അങ്ങനെ അനേക ഘടകങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. ഇതിനെ ഉദാഹരണമാക്കി പൗലോസ് ഒരു ആത്മീയ കാര്യം പഠിപ്പിക്കുന്നു. അത് വരാനിരിക്കുന്ന നിത്യജീവൻ ഉറപ്പാക്കേണ്ടതിന് നല്ല അടിസ്ഥാനം നിക്ഷേപിക്കുക എന്നതാണ്. ഉന്നത ഭാവം കൂടാതെ ഇരിക്കുക, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുക, നന്മ ചെയ്യുക, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യവുമുള്ളവരുമായിരിക്കുക തുടങ്ങിയവയാണ് ആ അടിസ്ഥാനം. നമുക്കും ഇത് പ്രായോഗികമാക്കാം. ഗോഡ് ബ്ലസ് യു.